ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മരിച്ച യുവ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റ്യന് കടുത്ത ജോലി സമ്മർദ്ദം നേരിടേണ്ടി വന്നതായി അന്നയുടെ സുഹൃത്ത് ആൻമരിയ വ്യക്തമാക്കി. 16 മണിക്കൂർ വരെ വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ട സാഹചര്യം അന്നയ്ക്കുണ്ടായിരുന്നു എന്നും അവർ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആൻമരിയ ആവശ്യപ്പെടുന്നത്. 2 ആഴ്ചത്തേക്ക് എന്തായാലും വീട്ടിൽ അങ്കിൾ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പം എന്തെങ്കിലും പറഞ്ഞ് വരാനിരിക്കുമായിരുന്നു. ഓഗസ്റ്റ് 1 എന്തായാലും ഇവിടെ ഉണ്ടാവുമെന്ന് പ്രോമിസ് ചെയ്തിട്ടാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. HR-ൻ്റെ അടുത്ത് റേസ് ചെയ്യാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളത് ട്രൈ ചെയ്തിട്ടുണ്ട് സീനിയേഴ്സിനോട് സംസാരിക്കാൻ. പക്ഷേ അവരൊക്കെ ഈ ഹെൽത്തിന് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതൊരു ലെറ്റർ ലീക്കായപ്പം പല കമൻസ് ഞാൻ വായിച്ചു. പലരും പറയുന്നത് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് അതൊക്കെ വായിക്കുമ്പോൾ ആക്ച്വലി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അത് വായിക്കാൻ തന്നെ. അവർ നമ്മളെല്ലാവരും പഠിച്ച് ഒരു വലിയ നിലയെത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇനി ലൈഫ് കുറച്ച് നമുക്ക് പൈസയൊക്കെ ഉണ്ടാക്കി കുറച്ച് ബെറ്ററാണ്. പക്ഷേ അങ്ങനെയല്ല. അവിടെ പോയി അവർ ടോർച്ചർ ചെയ്യുക. എസ്പെഷ്യലി ഫ്രഷറായിട്ട് ചെല്ലുന്ന ആൾക്കാരെ മാക്സിമം ആയിട്ട് പണിയെടുപ്പിക്കുക, അവർ ജീവിതം മടുപ്പിക്കുക. അങ്ങനെയല്ലല്ലോ വേണ്ടേ. കോർപ്പറേറ്റ് ആണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും ജീവിതം മടുപ്പിക്കുന്ന രീതിയിൽ ആരെയും കൊണ്ട് പണിയെടുപ്പിക്കരുത്. അപ്പം ഇതൊക്കെ വായിക്കുമ്പം ആക്ച്വലി അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇത് ലീക്കായത് നന്നായി. കാരണം ഇവളുടെ ഈ ഒരു ഇത് വെച്ചിട്ട് പലരും ഇനി ഈ ഒരു മാറ്റം വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ ഇപ്പൊ റെഡിറ്റിൽ ഞാൻ ഒരു കുട്ടി ഇട്ടിരിക്കുന്നത് ഞാൻ വായിച്ചു ഇവളുടെ മാനേജേഴ്സിനെ പറ്റി. അത് ആക്ച്വലി അതുപോലെ തന്നെയാ. ആ കൊച്ചു പറയുന്നത് കറക്റ്റാ. അത് തന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു.